എല്ലാവർക്കും സുഖമല്ലേ? സൈഡ് ഡിഷ് ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റണ ഒരു ചപ്പാത്തിയാണ് കേട്ടാ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ചപ്പാത്തി എന്ന് പറയുമ്പോൾ തന്നെ കുട്ടീസിനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. കഴിക്കാത്ത കുട്ടീസ് പോലും ഇഷ്ടത്തോടു കൂടി കഴിക്കണ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ്. ഒരു തക്കാളി മുറിച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 4 ചുവന്ന മുളക്, 4 കപ്പ് ചിരകിയ നാളികേരം, ഈ മിക്സിന് മാത്രമുള്ള ഉപ്പ്, വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർക്കുന്നുണ്ട്. അരപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മാവിലും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചേക്കണ അരപ്പ് ചേർത്ത് മാവ് വെള്ളം ചേർക്കാണ്ട് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല. ഈ മിക്സിൽ തന്നെ മാവ് നല്ല ഡോവായി കിട്ടിക്കോളും. നമുക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തേക്കണേ. ഇത്രയ്ക്കും സോഫ്റ്റ് ആവണം മാവ് കുഴയ്ക്കുമ്പോൾ. മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് മാവ് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില, എല്ലാം നല്ല ചെറുതായിട്ട് മുറിച്ചതാട്ടോ. ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് നല്ലോണം ഉടച്ച് വെച്ചേക്കുന്നതാണ്. ഒട്ടും കട്ടകളില്ലാണ്ട് നോക്കിക്കോളൂ കേട്ടോ. അതും പാനിലേക്ക് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഫില്ലിങ് നല്ലോണം തണുത്തൂട്ടാ. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. നാളികേരം ചേർത്ത് അരച്ച കാരണം ഫില്ലിങ് റെഡിയാക്കണം. ആ സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ സോഫ്റ്റായി കിട്ടിക്കോളും. ചപ്പാത്തിക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. സാധാരണ ചപ്പാത്തി പരത്തണ പോലെ കല്ല് കുറച്ച് മാവ് ഇട്ടിട്ട് ബോൾസ് ഒന്ന് ഗോതമ്പ് മാവിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരെണ്ണം പരത്തിയെടുത്തു. ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ഒരെണ്ണത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മസാല കുറച്ച് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം നല്ലോണം സ്പ്രെഡ് ചെയ്തോളൂ കേട്ടോ. ഒരെണ്ണത്തിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ മുകളിലേക്ക് കുറച്ച് വെള്ളം എള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എള്ള് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വേറെ ഒരു ലെയർ ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാൻ ചൂടായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ചപ്പാത്തി റെഡിയാക്കണ പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ഭാഗം കുറേശ്ശെ റെഡിയാകുമ്പോൾ നമ്മൾ മറിച്ചിടും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഒരെണ്ണ റെഡിയായിട്ട് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇതുപോലെയൊക്കെ കുട്ടീസിന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടീസ് ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ട. അതുപോലെ ഇത് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു ഹെൽത്തി ഫുഡൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.